കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്ത് ചരിത്രമെടുത്താൽ ചൈന പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊന്നും തന്നെ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ചൈനയുടെ കയ്യിൽ അത്യന്താധുനിക ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവരുടെ അവകാശവാദം. കരയിലും വെള്ളത്തിലും ആകാശത്തൊക്കെ ഒരുമിച്ച് പറക്കാൻ കഴിയുന്ന ആയുധങ്ങൾ, 5ാം തലമുറ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ, ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സംഘർഷം ഉണ്ടായപ്പോൾ ചൈനയുടെ ആയുധങ്ങളൊക്കെ തന്നെ നിലവാരം കുറഞ്ഞതാണെന്ന് ലോകത്തിന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഇസ്രയേലും ഇറാനും തമ്മിലൊരു സംഘർഷം ഉണ്ടായപ്പോൾ ഇറാൻ സൂക്ഷിച്ചിരുന്നതെല്ലാം തന്നെ ചൈനയുടെ പ്രതിരോധ ഉപകരണങ്ങളായിരുന്നു. അതും ഒന്നും ഈ പറയുന്ന ഇസ്രയേലിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നുള്ള ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചൈന ലോകത്തിന് മുന്നിൽ കൂടുതൽ അപമാനിതരായി മാറുകയാണ്. ഇതിനകത്ത് മനസ്സിലാകാത്ത കാര്യത്തിൽ ചൈനയുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. കാരണം അവർ ടെക്നോളജി വെച്ചിട്ട് അസാധ്യമായ ഇന്ദ്രജാലങ്ങൾ കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഡീപ് സീ തന്നെ എടുത്ത് നോക്കിയാൽ മതി. കാരണം വളരെ പരിമിതമായ ഒരു GPUs കൊണ്ടാണ് ചാറ്റ് GPTയും മറ്റ് AIയും ഒക്കെ കടത്തിവിട്ടുന്ന രീതിയിലുള്ള ഡീപ് സീക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അവരുടെ ടെക്നോളജി ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. ടെക്നോളജിയുടെ പ്രശ്നമല്ല. പക്ഷേ അവർ ഈ രാജ്യങ്ങളിൽ കൊടുക്കുന്ന ഈ ആയുധങ്ങൾ, എനിക്ക് തോന്നുന്നു അവരുടെ ഈ ആയുധപ്പര ഒഴിവാക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് പാകിസ്ഥാന് കൊടുത്തു. പാകിസ്ഥാൻ്റെ അവരുടെ എയർ ബേസിൽ പോലും ഈ പറഞ്ഞതുപോലെ എയർ ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്തില്ല. അതേപോലെ നമ്മൾ കൃത്യമായിട്ട് അടിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തെല്ലാം അടിക്കാനും കഴിയും. ഇവിടെ ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിലെ മുഴുവൻ എയർ ഡിഫൻസ് സിസ്റ്റം ചൈനയുടെയാണ്. ഒറ്റ ഒരു വിമാനം പോലും ഇസ്രയേലിൻ്റെ 200 ഫൈറ്റർ ജെറ്റുകളാണ് പങ്കെടുത്തത്. 1, 2, 3 അല്ല. അതിൽ ഒരെണ്ണത്തിനെ പോലും, അതായത് ഇസ്രയേലിൻ്റെ ഫ്ലീറ്റിലെ 60% ഫൈറ്റർ ജെറ്റുകളാണ് ഈ മെനഞ്ഞാന്ന് രാവിലെ 3 മണിക്ക് ഇവിടെ ഇറാനിൽ വന്ന് ഈ ആക്രമണം നടത്തി തിരിച്ചു പോയത്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിനെ പോലും ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നിർവീര്യമാക്കാൻ കഴിയുന്നത് പോകട്ടെ. പക്ഷേ ഇത് നേരത്തെ ഈ ഇറാൻ റഷ്യയിൽ നിന്ന് കുറച്ച് S-300 മിസൈൽസ് വാങ്ങാനായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ഉപരോധമൊക്കെ വന്നിട്ട് അവസാനം റഷ്യ ഇറാന് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ആ സാഹചര്യത്തിലാണ് മുഴുവൻ സാധനങ്ങൾ എയർ ഡിഫൻസ് ചൈനയിൽ നിന്ന് ഇറക്കുന്നത്. അപ്പം ചൈനയെ സംബന്ധിച്ചിട്ട് ചൈനയുടെ ഒരു മൊത്തത്തിലെടുത്ത് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചൈന ഏതെല്ലാം രാജ്യത്ത് പോയി സഹായിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം കെണിയിലാവുന്ന അവസ്ഥയാണ്. ഇപ്പം ശ്രീലങ്കയിൽ വന്ന് പോർട്ടുണ്ടാക്കി, കമ്പൻ തോട്ടം ഉണ്ടാക്കി, അവർ കടക്കണിയിലേക്ക് പോയി അല്ലേ. അവസാനം ഇന്ത്യയുടെ ഔദാര്യം കൊണ്ടൊക്കെയാണ് അവസാനം രക്ഷപ്പെട്ടത്. മാലദ്വീപിൽ കൊണ്ടുപോയി നിക്ഷേപം നടത്തി. മാത്രമല്ല ഇവിടെ പാകിസ്ഥാനിൽ ബലൂച്ച് മേഖലയിൽ പിന്നെ ഗ്വാദർ എയർപോർട്ട്, ഇവിടെ എല്ലാം കൊണ്ടുവന്ന് നിക്ഷേപം നടത്തിയിട്ട് അവസാനം ഈ ഹോസ്റ്റ് രാജ്യങ്ങൾ, ആതിഥേയ രാജ്യങ്ങൾ കെണിയിൽപ്പെടുന്ന അവസ്ഥയായിരുന്നു. ഇവിടെ ഇറാൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഈ ചൈനയുടെ ഇറാനിലുള്ള താല്പര്യം എന്ന് പറയുന്നത് എണ്ണയാണ്. ഇറാനിൽ നിന്ന് നല്ലൊരു ശതമാനം എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന ഇറാനിൽ നിന്ന്. അത് വളരെ അവർക്ക് ചൈനയ്ക്കും ആവശ്യമാണ്. അപ്പോൾ ഈ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കണക്കിലെടുത്തിട്ടാണ് ഈ ഇറാൻ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത് പോലെയാണ് ഈ ചൈനയുടെ SQ-2 എന്ന് പറയുന്ന ഈ എയർ ഡിഫൻസ് മിസൈൽസ് ഇറാന് കൈമാറിയത്. മാത്രമല്ല പാവങ്ങൾക്ക് അതിൻ്റെ ടെക്നോളജിയും കൊടുത്തു. അങ്ങനെ ടെക്നോളജി കൊടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശീയമായിട്ടും ഇറാൻ ഇത് ഉപയോഗിച്ചു, വികസിപ്പിച്ചെടുത്തു. പക്ഷെ അതും ഇവിടെ പ്രാവർത്തികമായിട്ടില്ല. മാത്രമല്ല അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോലും, ടെഹ്റാനിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കുക. ടെഹ്റാനിലെ ടിബ്രിസ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഇപ്പോൾ ന്യൂക്ലിയർ നതാൻസിൽ ഇവിടെയൊക്കെ ഇവരത് വിന്യസിച്ചിട്ടുണ്ടായിരുന്നു സാധനം. പക്ഷെ അവിടെ ഒന്നും തന്നെ ഒരെണ്ണത്തിന് പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൈന, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു ഓപ്പറേഷൻ സിന്ധുവിൽ പോലും പിന്നെ പാകിസ്ഥാൻ്റെ ആ ഒരു ദയനീയമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് യഥാർത്ഥത്തിൽ ചൈനീസ് ഉപകരണങ്ങളും ചൈനീസ് ഫൈറ്റേഴ്സും അതോടൊപ്പം തന്നെ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. സെയിം സാധനം തന്നെയാണ് ഇപ്പം ഇറാനിലും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇറാനിപ്പം ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുന്ന ആ മിസൈലുകൾ എനിക്ക് തോന്നുന്നു അത് റഷ്യയിൽ നിന്ന് അവർ
പ്രൊക്യൂർ ചെയ്ത സാധനമാണ്. അതെ. അപ്പോൾ റഷ്യയുടെ ആയുധങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു നിലവാരം അവർ പുലർത്തുന്നുണ്ട്. അത് നമ്മൾക്കും ബോധ്യപ്പെട്ട സാധനമാണ്. പക്ഷേ ചൈനയുടേത് പഴയ മോഡലുകൾ അവർക്ക് ഈ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് വിറ്റഴിക്കുകയാണോ ചെയ്യുന്നത്, അതോ അവരുടെ കയ്യിൽ അവരുടെ ആയുധങ്ങളുടെ ഒരു സാങ്കേതിക മികവ് അത്രയേ ഉള്ളൂ എന്നുള്ളൊരു വലിയൊരു സംശയം ഉയർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പം നേരത്തെ സിരിജ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് അവർക്ക് വലിയ യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ചൈന ഭീഷണി മുഴക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ടെസ്റ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണോ അവരുടെ ഈ എഫിഷ്യൻസി, ആയുധങ്ങളുടെ എഫിഷ്യൻസി പുറത്തു വരാത്തത്? കാരണം അത് വരാതിരിക്കേണ്ട കാര്യമല്ല. കാര്യം ടെക്നോളജിക്കലി വളരെയധികം അഡ്വാൻസ്ഡ് ആയി, മാനുഫാക്ചറിങ്ങിലും അഡ്വാൻസ്ഡ് ആയി. അമേരിക്കയേക്കാൾ മുമ്പിലേക്ക് ഒരു പല സ്ഥലങ്ങളിലും പോകും. മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ അമേരിക്കയേക്കാൾ വളരെ മുമ്പിലേക്ക് അവർ പോയി കഴിഞ്ഞു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ചൈനയുടെ ഈ ഒരു അവസ്ഥ എന്നുള്ളതൊരു വലിയൊരു നിഗൂഢമായ ഒരു അവസ്ഥയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിപ്പോൾ ഒരു രാജ്യങ്ങൾക്കും ഇപ്പം ചൈനയുടെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം പ്രൊക്യൂർ ചെയ്തിട്ടുള്ള മറ്റു രാജ്യങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് പ്രയോജനമില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ചൈനയുടെ മൊത്തത്തിലുള്ള ഒരു ഇമേജിനെയും ഇത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവരുടെ ആത്മധൈര്യത്തെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവരുടെ രാജ്യത്തിൻ്റെ ആത്മധൈര്യത്തെ പോലും ഈ പറഞ്ഞ പട്ടാളത്തിൻ്റെയും ഒക്കെ ഒരു മനോവീര്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നവും കൂടിയാണ് ഈ സംഗതി. അപ്പോൾ ഈ ലോക രാജ്യങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് അമേരിക്ക നിൽക്കുന്നു. ആ അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഏഷ്യൻ ശക്തിയായിട്ട് ചൈന വരുന്നു. ഇതാണ് ഇത്രയും നടത്തിയ സങ്കല്പം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ത്യ ഇപ്പം പാകിസ്ഥാനുമായിട്ടൊരു സംഘർഷം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ലോക രാജ്യങ്ങളുമായിട്ടുള്ള സൈനിക ഉടമ്പടികൾ ഉണ്ടാകുന്നു. ഇതിലൂടെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ലോക നിലവാരം പുലർത്തുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ചൈനയെ മറികടന്ന് പോലും നമ്മൾ മുന്നിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇവിടെ ചൈന വീണ്ടും ഈ ആയുധ നിർമ്മാണ മേഖലയിലൊക്കെ ഒരു പരാജയപ്പെടുന്ന രാജ്യമായി മാറുകയാണ്. അവിടുത്തെ ഏകാധിപത്യത്തിന് തന്നെ അതൊരു വലിയ ഇടിവുണ്ടാക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. തീർച്ചയായിട്ടും അവരുടെ ഇമേജിനും ചൈനയുടെ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ. ഈ പറഞ്ഞതുപോലെ അമേരിക്കയെ നേരിടുന്ന കാരണം ഈ ചൈന ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇപ്പം ഗ്രീൻലാൻഡിൻ്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണല്ലോ. അതാണല്ലോ ഈ ട്രംപും ഭയക്കുന്നത്. ഗ്രീൻലാൻഡ് ഞങ്ങൾ ഇനി എടുക്കുക എന്ന് പറയുന്നതിന്റെ കാരണം ഡെൻമാർക്കിനോട് പറഞ്ഞ ഭീഷണിപ്പെടുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇത് ചൈനയുടെ ഒരു ആ ഒരു ഇമേജിന് ഏറ്റിരിക്കുന്ന വലിയൊരു അടിയാണ്. മാത്രമല്ല ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ പണ്ട് നമ്മളിപ്പോഴും പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ആ ഒരു പഴയ ധാരണയുടെ അടിസ്ഥാനത്തിൽ, ഏതാ ഈ സൂപ്പർ പവേഴ്സ് എന്നുള്ള രീതിയിലുള്ള സംഗതി. ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇനിയിപ്പോൾ രാജ്യത്തിൻ്റെ വിസ്തൃതിയോ അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും ഈ ആയുധങ്ങളുടെ മികവിൻ്റെ കാര്യത്തിൽ അത് ബാധകമല്ല. അവിടെയാണ് ശരിക്കും ആ ഒരു ഈ സാങ്കേതിക ജ്ഞാനം ആരുടെ കയ്യിലാണോ ഏറ്റവും ഷാർപ്പായിട്ടുള്ളത് അവരായിരിക്കും ഇതിനെ നിയന്ത്രിക്കാൻ പോകുന്നത്, ചെറിയ രാജ്യങ്ങളാണെങ്കിൽ പോലും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഈ ഇപ്പോൾ ബ്രഹ്മോസ് തുടങ്ങിയിട്ടുള്ള ആകാശ് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ട സംഗതിയാണ്. എല്ലാം തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആയുധ മാർക്കറ്റും ഒരു സമാന്തരമായിട്ട് വികസിക്കുന്നുണ്ട്. അപ്പം ഇതൊരു പുതിയ ഒരു ലോകക്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് രാജ്യങ്ങളുടെ വിസ്തൃതിയും സാമ്പത്തിക സ്ഥിതിയും ഒന്നും തന്നെ ഇനി ആയുധങ്ങളുടെ കാര്യത്തിൽ ഒരു മേൽക്കൈക്ക് നിർണായകമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഇപ്പോൾ ചൈനയും നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു ഉദാഹരണം അതാണ്. ഇപ്പം നേരത്തെയൊക്കെ നമ്മൾ ചൈനയുടെ ഇപ്പം ഇസ്രയേലും ഇറാനും തമ്മിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ആയുധങ്ങളുടെ, അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ സഹായമുണ്ട് എങ്കിൽ പോലും ഈ ആയുധങ്ങളുടെ ഗുണനിലവാരത്തിലുള്ള സൂപ്രമസി മാത്രമേ ഇസ്രയേലിനുള്ളൂ. മറിച്ച് ഇറാൻ്റെ സൈന്യത്തിൻ്റെ പകുതി സൈന്യം പോലും ഇസ്രയേലിനില്ല. മനസ്സിലായില്ലേ? അപ്പം ഇനി ഈ എത്ര സൈന്യമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ എത്രമാത്രം വിസ്തൃതിയുള്ള രാജ്യമെന്നോ എത്രമാത്രം സാമ്പത്തിക ശേഷിയുള്ള രാജ്യമെന്നോ ഉള്ള ഒരു മാനദണ്ഡം ആയുധങ്ങളുടെ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചേഞ്ചിങ് സെനേറിയോയിലാണ് ഈ പറയുന്ന ഈ ചൈനയുടെ ഈ ഒരു ദയനീയമായ മുഖം നമ്മൾ ഇപ്പോൾ ഇറാനിലൂടെ വീണ്ടും നമ്മൾ കാണുകയാണെന്നുള്ളതാണ്.
ഇപ്പോൾ ഏതാണ്ട് 200ഓളം യുദ്ധവിമാനങ്ങളാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണത്തിനായിട്ട് വന്നത്. അതിൽ ഒരു വിമാനത്തിന് നേരെ പോലും പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല ഇറാൻ്റെ കയ്യിലുള്ള വിമാനങ്ങളായിക്കോട്ടെ ഏതാണ്ട് ഷാ ഭരണകാലത്ത് അമേരിക്ക നൽകിയതാണ്. അപ്പം അത്യന്താധുനികമായ യുദ്ധവിമാനങ്ങളില്ല, കറക്റ്റായിട്ടുള്ള പിന്നെ വ്യോമ പ്രതിരോധ സംവിധാനമില്ല. ഉള്ളതിനെ ഈ ഇപ്പം മൊസാദ് പോലെയുള്ള സംഘടന ഇറാനിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് അവർ തന്നെ അതിനെ നിർജ്ജീവമാക്കുന്ന ഒരു രീതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറാനൊക്കെ ഒരു തകർന്ന് തരിപ്പണമാകുന്നതിൻ്റെ കാര്യം ശരിയായ രീതിയിലുള്ളൊരു കൂട്ടുകെട്ടല്ല. ചൈന പോലെയുള്ള ദുർബല രാജ്യങ്ങളെന്ന് പറയാവുന്ന ആ കൂട്ടുകെട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അവരെ നാളെ ഇറാൻ വേണമെങ്കിൽ ചൈനയെ തള്ളി പറഞ്ഞുകൂടെ ഇതുകൊണ്ട്? തീർച്ചയായിട്ടും. കാരണം ഇറാൻ ആകെയുള്ളൊരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, ചൈനയ്ക്ക് ആകെയുള്ളൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഇറാനിൽ നിന്നുള്ള എണ്ണ മാത്രമേ ഉള്ളൂ. സാമ്പത്തിക നേട്ടം. ഇപ്പം ചൈനയുടെ താല്പര്യം, ചൈന അവരുടെ താല്പര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റ് രാജ്യങ്ങൾ അവരുടെ മറ്റേ ഏത് രാജ്യത്തു നിന്നാണോ സഹായം കിട്ടുന്നത് ആ സഹായം അവരുടെ നിന്ന് പരമാവധി എടുക്കുക. പിന്നെ ആ രാജ്യത്തിന് എന്ത് സംഭവിക്കുന്നത് അവരുടെ ബോധരേഷനേ അല്ല. അത് ചൈനയുടെ പൊതു സമീപനമാണ്. അതുകൊണ്ടാണ് ചൈനയെ ആർക്കും വിശ്വസിക്കാൻ ഒരു രാജ്യങ്ങളും വിശ്വാസത്തിലെടുക്കുന്നില്ലല്ലോ. അതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. ഇപ്പം പുടിൻ ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തുന്നത് വളരെ നമ്മുടെ ഇന്ത്യയെക്കാട്ടിക്ക് എത്രയോ ഇരട്ടിയാണ് ചൈനയുമായിട്ടുള്ള വ്യാപാര വിനിമയം എന്ന് പറയുന്നത്. എന്നാൽ പോലും പുടിൻ പൂർണ്ണമായിട്ട് ചൈനയെ വിശ്വാസത്തിലെടുക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അതെ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 നിലവാരമാണ്, ഒരു നിലയാണ് ചൈനയുടെ ഈ വർത്തമാനകാല ലോകത്തിൽ ഈ ജിയോ പൊളിറ്റിക്സിൻ്റെ ഈ ഭൗമരാഷ്ട്രീയത്തിൽ ഇപ്പം ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും ചൈന ലോകത്തിന് മുന്നിൽ കൂടുതൽ നാണം കെടുമെന്നുള്ളതാണ് ഇപ്പം മനസ്സിലാകുന്നൊരു കാര്യം. ചൈനയുടെ ഈ ഒരു ദയനീയ മുഖമാണ്. കാരണം ഒരു 200 ഫൈറ്റർ ജെറ്റ് വന്നിട്ട് ഒരെണ്ണത്തിന് പോലും, ഒരു ടെഹ്റാൻ പോലുള്ള സ്ഥലത്ത് വരെ മരിച്ചു. ടെഹ്റാൻ, അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ടെഹ്റാൻ, ടെബ്രിസ്, നതാൻസ്, ഇവിടെയെങ്കിലും ഒരെണ്ണത്തിനെ പോലും അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഈ SQ-2 കപ്പാസിറ്റി പറഞ്ഞേക്കുന്നത് 300 കിലോമീറ്റർ ദൂരെ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതായത് ഇപ്പം സിറിയയിലോ അല്ലെങ്കിൽ ജോർദാനിലോ ഒക്കെ വരുന്നതിന് അവിടെ നിന്നൊക്കെ സിറിയയുടെ ഏരിയ വരുമ്പോഴത്തേക്കൊക്കെ വേണമെങ്കിൽ പോയി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എയർ ഡിഫൻസ് അല്ലെങ്കിൽ മിസൈലുകളാണ് ഇതെന്നാണ് വെയ്പ്പ്. പക്ഷേ നിവൃത്തിയില്ലാത്തൊരവസ്ഥ, നമ്മൾ ആ ദയനീയമായ ഒരവസ്ഥയാണ് അത് കാണുന്ന സംഗതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.